ഗുഡ് മോർണിംഗ്. വെൽക്കം ടു +1 പൊളിറ്റിക്സ് ക്ലാസ്. +1ൻ്റെ അടുത്ത ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ജുഡീഷ്യറിയുടെ സ്ട്രക്ചർ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കോടതി സുപ്രീം കോടതിയാണെന്നും അതിൻ്റെ താഴെ ഹൈക്കോടതികളും ജില്ലാ കോടതികളും കീഴ്ക്കോടതികളും ഉണ്ട് എന്നുള്ള നീതിന്യായ വിഭാഗത്തിൻ്റെ ഘടനയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ കോടതിയായ സുപ്രീം കോടതിയുടെ അധികാര പരിധിയെക്കുറിച്ചാണ്. ജൂറിസ്ഡിക്ഷൻ ഓഫ് സുപ്രീം കോർട്ട്. ഇന്ന് ലോകത്തെവിടെയുമുള്ള കോടതികളിൽ ഏറ്റവും പ്രബലമായ കോടതികളിലൊന്നാണ് ഇന്ത്യയിലെ സുപ്രീം കോടതി. ഭരണഘടനയുടെ ചട്ടക്കൂടിനുള്ളിൽ നിന്നുകൊണ്ടാണ് അത് പ്രവർത്തിക്കുന്നത്. അതിൻ്റെ പ്രവർത്തനങ്ങളും ഉത്തരവാദിത്തങ്ങളും ഭരണഘടനയാണ് നിർവചിച്ചിട്ടുള്ളത്. സുപ്രീം കോടതിക്ക് പ്രത്യേക അധികാര പരിധിയും അധികാരങ്ങളുമുണ്ട്. സുപ്രീം കോടതിയുടെ അധികാര പരിധി 4 ഈ ചാർട്ടിൽ കാണിച്ചിരിക്കുന്ന പോലെ തന്നെ തനത് അധികാരം, റിട്ട് അധികാരം, അപ്പീൽ അധികാരം, ഉപദേശക അധികാരം. ലാസ്റ്റ് ക്ലാസ്സസ് we discussed about the structure of judiciary in India. There are Supreme Court, High Court, District Court and subordinate courts in India. Supreme Court is the highest court in India. Today we are going to discuss about the jurisdiction of the Supreme Court. The Supreme Court of India is a very powerful institution. It is the final court of appeal. Its decisions are binding on all courts. However, the Supreme Court functions within the limitations of the Constitution. The Constitution lays down the jurisdiction of the Supreme Court. As this chart shows, there are 4 jurisdictions of the Supreme Court. Original jurisdiction, appellate jurisdiction, advisory jurisdiction and writ jurisdiction. ആദ്യം നമുക്ക് തനത് അധികാരം, ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ എന്താണെന്ന് നോക്കാം. ചില കേസുകൾ കീഴ്ക്കോടതികളിലേക്ക് പോകുന്നതിന് മുമ്പായി നേരിട്ട് പരിഗണിക്കുന്നതിനുള്ള അധികാരം സുപ്രീം കോടതിയെ ഭരണഘടന ഏൽപ്പിച്ചിട്ടുണ്ട്. ഇത്തരം കേസുകൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള അധികാരം സുപ്രീം കോടതിക്ക് മാത്രമേയുള്ളൂ. ഇവ തനത് അധികാരങ്ങൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഒരു ഫെഡറൽ സംവിധാനത്തിൽ നിയമപരമായ തർക്കങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാനങ്ങളും തമ്മിലും ചിലപ്പോൾ സംസ്ഥാനങ്ങൾ തമ്മിലും ഉണ്ടാകാം. ഇത്തരം കേസുകൾ കേൾക്കുവാൻ സുപ്രീം കോടതിക്ക് മാത്രമേ അധികാരമുള്ളൂ. ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ തമ്മിലുള്ള തർക്കങ്ങളോ ഒരു സംസ്ഥാനവും കേന്ദ്രവും തമ്മിലുള്ള തർക്കങ്ങളോ കേൾക്കാൻ ഇന്ത്യയിൽ സുപ്രീം കോടതിക്ക് മാത്രമേ അധികാരമുള്ളൂ. ഫെഡറൽ സംവിധാനത്തിൽ ഒരു അമ്പയറെ പോലെ സുപ്രീം കോടതി പ്രവർത്തിക്കുന്നു. ഹൈക്കോടതികൾക്കോ കീഴ്ക്കോടതികൾക്കോ ഇത്തരം കേസുകൾ കൈകാര്യം ചെയ്യാൻ സാധിക്കുകയില്ല. ഈ അധികാരങ്ങൾ ഉപയോഗിച്ച് സുപ്രീം കോടതി തർക്കങ്ങൾ പരിഹരിക്കുകയും ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള യൂണിയൻ ഗവൺമെൻറ്റിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റുകളുടെയും അധികാരങ്ങളെ വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നു. ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ. The Supreme Court has original jurisdiction in the following cases: disputes between the Government of India and one or more states. Second, disputes between the Government of India and any state or state one side and one more states on the other. 3. Disputes between states. Fourth, in any disputes regarding the election of the President and Vice President. Fifth one, enforcement of fundamental rights under Article 32. രണ്ടാമത്തത് അപ്പീൽ അധികാരമാണ്. ഏറ്റവും ഉന്നതമായ അപ്പീൽ കോടതിയാണ് സുപ്രീം കോടതി. ഭരണഘടനാപരം, സിവിൽ, ക്രിമിനൽ എന്നീ കേസുകളിലാണ് സുപ്രീം കോടതിക്ക് അപ്പീൽ അധികാരമുള്ളത്. ഭരണഘടനാപരമായ അധികാരം. ഭരണഘടനാപരമായ തർക്കങ്ങളിൽ ഭരണഘടനയുടെ വ്യാഖ്യാനത്തിനുതകുന്ന ഗൗരവമേറിയ പ്രശ്നങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ടെന്ന് ഹൈക്കോടതി സാക്ഷ്യപ്പെടുത്തിയാൽ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകാവുന്നതാണ്. അത്തരമൊരു സർട്ടിഫിക്കറ്റ് ഹൈക്കോടതി നിഷേധിച്ചാൽ
ഭരണഘടനാ വ്യാഖ്യാനം ആവശ്യമായ ഗൗരവമേറിയ നിയമപ്രശ്നം തർക്കത്തിലുണ്ടെന്ന് സുപ്രീം കോടതിക്ക് ബോധ്യമായാൽ അപ്പീൽ നൽകുന്നതിന് പ്രത്യേക അനുമതി സുപ്രീം കോടതിക്ക് നൽകാവുന്നതാണ്. സുപ്രീം കോടതി സ്വയം മുൻകൈയെടുത്തോ അറ്റോർണി ജനറലിൻ്റെ അപേക്ഷ പ്രകാരമോ പൊതുജന പ്രാധാന്യമുള്ള വ്യവഹാരങ്ങൾ സുപ്രീം കോടതിയിലേക്ക് മാറ്റുന്നതിന് ഹൈക്കോടതികളോട് ആവശ്യപ്പെടാം. രണ്ടാമത്തെ അപ്പീൽ അധികാരം സിവിൽ തർക്കങ്ങളിലാണ്. ഹൈക്കോടതിയുടെ മുമ്പാകെയുള്ള സിവിൽ തർക്കങ്ങളിൽ അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന നിയമപ്രശ്നങ്ങൾക്ക് സുപ്രീം കോടതി തീരുമാനമെടുക്കേണ്ടതുണ്ട്. ഹൈക്കോടതി സാക്ഷ്യപ്പെടുത്തിയാൽ ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീം കോടതിയിൽ അപ്പീൽ സമർപ്പിക്കാം. ഇപ്രകാരം സാക്ഷ്യപ്പെടുത്തുന്നതിന് ഹൈക്കോടതി വിസമ്മതിക്കുകയാണെങ്കിൽ സുപ്രീം കോടതി പ്രത്യേക അപ്പീലിനായി അനുമതി നൽകിയാൽ ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീം കോടതിയിൽ അപ്പീൽ ബോധിപ്പിക്കാം. ഇനി ക്രിമിനൽ തർക്കങ്ങൾ. താഴെ പറയുന്ന സാഹചര്യങ്ങളിലാണ് ക്രിമിനൽ തർക്കങ്ങളിൽ ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീം കോടതിയിൽ അപ്പീൽ ബോധിപ്പിക്കുന്നത്. കീഴ്ക്കോടതി വെറുതെ വിട്ട പ്രതിയെ അപ്പീലിനെ തുടർന്ന് ഹൈക്കോടതി കുറ്റക്കാരനായി കാണുകയും വധശിക്ഷയ്ക്ക് വിധിക്കുകയും ചെയ്താൽ, അവിടെ വിധികൾ തമ്മിലുള്ള വൈരുദ്ധ്യം വളരെ വലുതാണ്. കീഴ്ക്കോടതി വെറുതെ വിട്ട ഒരാളെ ഹൈക്കോടതി എന്ത് ചെയ്യുകയാണ്, കുറ്റക്കാരനാണെന്ന് കാണുകയും വധശിക്ഷയ്ക്ക് വിധിക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ പോയാൽ സുപ്രീം കോടതിയിൽ അപ്പീൽ ബോധിപ്പിക്കാം. കീഴ്ക്കോടതിയിൽ നിന്ന് ഹൈക്കോടതിയിലേക്ക് സ്വയം മാറ്റപ്പെട്ട കേസുകളിൽ വധശിക്ഷ വിധിക്കപ്പെട്ടാൽ അല്ലെങ്കിൽ ഈ വിധി സുപ്രീം കോടതിയുടെ അപ്പീൽ അധികാരത്തിന് വിധേയമാണെന്ന് സാക്ഷ്യപ്പെടുത്തിയാൽ സുപ്രീം കോടതിയിൽ അപ്പീൽ ബോധിപ്പിക്കാം. സുപ്രീം കോടതിക്ക് ഇന്ത്യയിലെ ഏതു കോടതിയുടെയും ട്രിബ്യൂണലിൻ്റെയും വിധിക്കെതിരെ പ്രത്യേക അപ്പീൽ അനുമതി നൽകാൻ അധികാരമുണ്ട്. സുപ്രീം കോടതിയുടെ അപ്പീൽ അധികാരം വർദ്ധിപ്പിക്കുന്നതിന് നിയമം നിർമ്മിക്കാൻ പാർലമെൻറ്റിനും അധികാരമുണ്ട്. അപ്പലേറ്റ് ജൂറിസ്ഡിക്ഷൻ. The Supreme Court is the final court of appeal in India. Its appellate jurisdiction may be divided into three: constitutional, civil and criminal. Constitutional cases. In constitutional cases, an appeal shall lie to Supreme Court if the High Court certifies that the case involves a substantial question of law as to the interpretation of the Constitution. When the High Court refuses to give such a certificate, the Supreme Court may grant special leave of appeal if it is satisfied that the case involves a substantial question of law with regards to the interpretation of the Constitution. On its own initiative or an application made by the Attorney General of India, the Supreme Court can direct any High Court to refer cases to the Supreme Court involving substantial questions of general importance. Civil cases. An appeal shall lie to the Supreme Court against any judgment or orders of a High Court in civil proceeding if the High Court certifies that the case need to be decided by the Supreme Court. If the High Court denies such a certificate, the Supreme Court may grant special leave to file an appeal in the Supreme Court against the judgment of the High Court. Criminal cases. An appeal shall lie to the Supreme Court against any sentence in criminal proceedings of a High Court if the High Court on appeal revised an order of acquittal of an accused person and sentenced him to death, or if the High Court has transferred a case to itself from any court subordinate to it and has sentenced the accused to death or certified that the case is fit for appeal to the Supreme Court. The Supreme Court itself can give special leave to appeal against the judgment of any court or tribunal in the country. Parliament can by law extend the appellate jurisdiction of the Supreme Court. അടുത്തത് ഉപദേശക അധികാരം. തനത് അധികാരവും അപ്പീൽ അധികാരവും കൂടാതെ സുപ്രീം കോടതിക്ക് ഉപദേശക അധികാരങ്ങൾ കൂടിയുണ്ട്. പൊതുവായ പ്രാധാന്യവും ഭരണഘടനാ വ്യാഖ്യാനം ആവശ്യമായ ഏതൊരു വിഷയത്തിലും പ്രസിഡന്റിന് സുപ്രീം കോടതിയുടെ ഉപദേശം തേടാവുന്നതാണ്. എന്നാൽ അത്തരം സന്ദർഭങ്ങളിൽ ഉപദേശം നൽകാനുള്ള ബാധ്യതയൊന്നും സുപ്രീം കോടതിക്കില്ല. എന്നു മാത്രമല്ല, കോടതിയുടെ ഉപദേശം സ്വീകരിക്കാനുള്ള ബാധ്യത പ്രസിഡന്റിനുമില്ല. അങ്ങനെ വരുമ്പോൾ
സുപ്രീം കോടതിയുടെ ഉപദേശാധികാരങ്ങൾ കൊണ്ട് എന്താണ് പ്രയോജനമെന്ന ചോദ്യം സ്വാഭാവികമായും തോന്നാം. ഈ അധികാരങ്ങൾ കൊണ്ടുള്ള പ്രയോജനം രണ്ടാണ്. ഒന്നാമതായി, ഒരു നിയമപ്രാധാന്യമുള്ള വിഷയത്തെ സംബന്ധിച്ച് നടപടിയെടുക്കുന്നതിന് മുമ്പ് നിയമോപദേശം തേടാൻ ഗവൺമെൻറ്റിനെ സഹായിക്കുന്നു. രണ്ട്, ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന അനാവശ്യ കേസുകൾ തടയുന്നതിന് ഇത് സഹായകമാണ്. സുപ്രീം കോടതിയുടെ ഉപദേശങ്ങളുടെ വെളിച്ചത്തിൽ അവയുടെ പ്രവർത്തനങ്ങളിലോ നിയമനിർമ്മാണങ്ങളിലോ ഉചിതമായ മാറ്റങ്ങൾ വരുത്താൻ ഗവൺമെൻറ്റിനെ സഹായിക്കുന്നു എന്നതാണ് രണ്ടാമത്തെ കാര്യം. അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ. The Supreme Court of India has advisory jurisdiction. If the President of India desires to obtain the opinion of the Supreme Court on a question of law or fact which is of public importance, he can refer such a matter to the Supreme Court of its opinion. Article 143, which deals with the advisory jurisdiction, have two clauses. If the reference is made under the first clause, the Supreme Court may or may not express its opinion. But if a dispute is referred under the second clause, it is obligatory on the court of report to its opinion. അവസാനമായി, റിട്ട് അധികാരം. ഇന്ത്യയിലെ പൗരന്മാരുടെ മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെടുകയാണെങ്കിൽ പ്രശ്നപരിഹാരത്തിനായി ഏതു വ്യക്തിക്കും സുപ്രീം കോടതിയെ സമീപിക്കാമെന്ന മൗലികാവകാശങ്ങൾ എന്ന അധ്യായത്തിൽ നാം പഠിച്ചിട്ടുണ്ട്. വ്യക്തികൾക്ക് വേണമെങ്കിൽ ഹൈക്കോടതിയെയും സമീപിക്കാം. അവകാശ ലംഘനത്തിനെതിരെ റിട്ടുകളുടെ രൂപത്തിൽ ഹൈക്കോടതിക്കും സുപ്രീം കോടതിക്കും ഉത്തരവുകൾ പുറപ്പെടുവിക്കാൻ സാധിക്കും. ഹെബിയാസ് കോർപ്പസ്, മാൻഡമസ്, സെർഷ്യറി, കോവാറൻഡോ മുതലായവ ഇത്തരത്തിലുള്ള റിട്ടുകളാണ്. റിട്ട് ജൂറിസ്ഡിക്ഷൻ. ദ സുപ്രീം കോർട്ട് ഹാസ് ദ പവർ ടു ഇഷ്യൂ റിട്സ് in order to reinstall the violated fundamental rights of an individual under Article 32. Supreme Court can issue 5 writs. They are habeas corpus, mandamus, certiorari, quo warranto, etc. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്. നമ്മൾ പ്രധാനമായും പറഞ്ഞത് സുപ്രീം കോടതിയുടെ അധികാരങ്ങളാണ്. 2 or 3 തവണയെങ്കിലും ഈ ക്ലാസ് കേൾക്കുക, ടെക്സ്റ്റ് ബുക്ക് നന്നായി വായിക്കുക, എന്നിട്ട് ഈ കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കാം. ഒറ്റ ക്വസ്റ്റ്യൻ ആയിട്ട് തരികയാണ്. റൈറ്റ് അബൌട്ട് ദി ജൂറിസ്ഡിക്ഷൻ ഓഫ് ദി സുപ്രീം കോർട്ട്. സുപ്രീം കോർട്ടിൻ്റെ അധികാരങ്ങളെക്കുറിച്ച് ചുരുക്കി എഴുതുക. ഈ 4 അധികാരങ്ങളെക്കുറിച്ചും ചുരുക്കി വിവരിച്ച് എനിക്ക് അയച്ചു തരിക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഹാവ് എ നൈസ് ഡേ.